ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്ന് പിറ്റേ ദിവസത്തെ രാവിലെ മുതലുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ രാവിലെ എന്താ പത്തിരി ആയിട്ടൊന്ന് ചായക്കടി. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അടക്കളൻ്റെ കോലാണ് കേട്ടത്. രാവിലത്തെ പരിപാടികളാണ് ഈ കാണുന്നത് കേട്ടോ. ചായക്കടി ഉണ്ടാക്കൽ, ചോറുണ്ടാക്കൽ, കൂട്ടാൻ ഉണ്ടാക്കൽ, കുട്ടികൾ സ്കൂൾക്ക് പോകുന്നതിനോട് തന്നെ അവർക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കലൊക്കെ കൂടിയൊരു രാവിലെ ഒരു തട്ടിപ്പടക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അത് വെള്ളിയാഴ്ചൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഐസമോൾ നീച്ച് വന്നിന്. അപ്പോൾ പത്തിരി ഇടായതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ പോയി കിടന്നോന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ പത്തിരി ഇടൽ കഴിഞ്ഞപ്പോൾ വേഗം അടുപ്പത്തേക്ക് ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചിട്ടോ. അപ്പോൾ ഓള് താടെ തന്നെ പോയി കിടക്കണ്ടായി നടന്ന്. പിന്നെ ഓളൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് വേഗം കുളിപ്പിച്ചിട്ടോ. വേഗം കുളിപ്പിച്ചില്ലെങ്കിൽ പിന്നെ മുടിയായിട്ട് ഉണങ്ങൂല കേട്ടോ. പിന്നെ നഴ്സറി അംഗനവാടി പോകുമ്പോൾ മുടി ഉണങ്ങാതെ കെട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ വേഗം കുളിപ്പിക്കലാട്ടോ. ഓളെ കുളിപ്പിച്ച ഇടയിൽ ഇതാ ബേബി അരിയൊക്കെ ഇട്ടണം കേട്ടോ. പിന്നെ ചായ കൊടുക്കലാണ് കേട്ടോ വലിയ പണി. ചായ ഒന്ന് പള്ളയിലാക്കാനാണ് നമുക്ക് ഏറ്റവും വലിയ റിസ്ക് ഉണ്ട്. ചായക്കടി ഉണ്ടാക്കണേലേറെ പണിയാട്ടോ അതൊന്ന് പള്ളയിലാക്കൽ. അങ്ങനെ ഓക്ക് ചായയൊക്കെ കൊടുത്തതാ. പിന്നെ നമ്മൾ അടുക്കള ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഓലൊക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വേണം നമുക്ക് അടുക്കള സെറ്റാക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാക്കണ അടുക്കള ക്ലീൻ ആക്കൽ തുടങ്ങിയിട്ടോ ഞാൻ. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, രാവിലെ ചായക്കടി ഉണ്ടാക്കൽ, ചായ ഉണ്ടാക്കൽ, ഓരോരുത്തരെ കുടിപ്പിക്കൽ, പറഞ്ഞേക്കൽ ഒക്കെ കൂടി ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. അങ്ങനെ പിന്നെ എല്ലാ സാധനങ്ങളും പാത്രങ്ങളും എടുത്ത് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ടോ, വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം ഇവിടെ ആയിട്ടോ തുടച്ച് നന്നാക്കണത്. ഇവിടെയാണ് നന്നാക്കിയത് തന്നെ ഒരു എന്തോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ അവിടെ ഞാൻ ഫുള്ള് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ പോയി കുറച്ച് പാത്രവും കേൾക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഐസമോക്ക് പോകാൻ സമയമായി. അപ്പം പിന്നെ ഞാൻ ഓളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ അത് മഴ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു കുടയൊക്കെ ചൂടിയിട്ടായിട്ട് പോകുന്നത്. കുറേ ദിവസം ആയില്ല പോയിട്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് പോവാൻ ചെറുതായിട്ട് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് തന്നെ വലിയുണ്ട്. വേഗമായിട്ട് കയറി പോകണമൊന്നുമില്ല കേട്ടോ. ഇന്നിങ്ങനെ മടിയുണ്ട്. 8 ദിവസമായല്ലോ ഞങ്ങൾ ലോറി പോയതുകൊണ്ട് ഇപ്പോൾ 8 ദിവസമായിട്ട് പോവലില്ലേനിട്ടോ. അങ്ങനെ പിന്നെ ടീച്ചറടുത്ത് വല്ല ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പിന്നെ വേഗം പോകുന്നു കേട്ടോ. നല്ല മഴയുണ്ട്. മഴ പെയ്യണതിന് മുന്നേ പെരയിലെത്തണം കരുതിയിട്ടുള്ള പോരലാണ് ഞാൻ പോകുന്നത്. പക്ഷേ എത്തിയ കേട്ടോ. അതിൻ്റെ മുന്നേ മഴ പെയ്ത് അങ്ങനത്തെ കുഞ്ഞുകൂടെയൊക്കെ ചൂടിയിട്ട് അങ്ങനെ പോരുകയാണ് കേട്ടോ. വേഗം പോകുന്നതാണ്. പക്ഷേ എന്നിട്ടും മഴ പെയ്ത്. ഇന്ന് ഫുള്ളൊരു മഴൻ്റെ ദിവസം കേട്ടോ. പിന്നെ നേരെ അവിടെ നിന്ന് വന്നിട്ട് എന്താക്കി, റൂം ആദ്യം അങ്ങോട്ട് സെറ്റാക്കിട്ടോ, വിരിച്ചിട്ട്. പിന്നെ കുറേ ദിവസമായി നാട്ടിൽ മഴ. അതുകൊണ്ട് തന്നെ ചിക്കാനൊന്നും സ്ഥലമില്ലായിട്ട് നമ്മൾ ഫുള്ള് റൂമിലൊക്കെ അയലൊക്കെ കെട്ടിക്കണം കേട്ടോ. മഴക്കാലമാകുമ്പോൾ പിന്നെ ആകെ അയലായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബേബി എരുന്തൊക്കെ താളിച്ചിട്ടോ. ഒന്ന് എരുന്താട്ടോ ചോറ്റക്ക്. വെള്ളിയാഴ്ചയായിട്ട് നമുക്ക് സ്പെഷ്യലൊന്നുമില്ല. പിന്നെ അത് നേരം വൈകിയുള്ള പോക്കാണ് ഈ കാണണം കേട്ടോ. വെള്ളിയാഴ്ച പള്ളിയിൽ പോണ. പിന്നെ അത് ഫുള്ള് മഴയാട്ടി. വെള്ളിയാഴ്ചൻ്റെ അന്നൊരു പ്രത്യേക മഴയാണ് കേട്ടോ. അല്ലെങ്കിലും നമ്മളെ നാട്ടിൽ മഴ തന്നെയാണല്ലോ അല്ലേ ഇപ്പം. എന്നും മഴ തന്നെയാണ്. നമ്മൾ ഹൈദരാബാദ് പോയപ്പോൾ അവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. വെയിലും ചൂടാണ്. ഇവര് വിളിക്കുമ്പോൾ അങ്ങനെ പറയും ഇവിടെ മഴയാണെന്ന്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് ഷെമിയാണ് പോയിക്കാണ്ടോളെ കൂട്ടി വന്നത് കേട്ടോ. പിന്നെ നടന്ന് പോകുമാണല്ലോ മഴ ആയപ്പോൾ. അപ്പോൾ ഷെമി നടന്ന് പോയി കൂട്ടിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേനും ഞാൻ ഒരു മുട്ടയൊക്കെ പൊരിച്ച് വെച്ചിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അംഗനവാടിയിൽ നിന്ന് ഒന്നും തിന്നൂല കേട്ടോ. അപ്പോൾ ഞാൻ വന്ന പാടാൻ ചോറ് കൊടുക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഹോർലിക്സും ബ്രെഡ് പൊരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്